ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാവ് കടല് അഥവാ ഡെഡ് സീ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഈ കടലിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോകില്ല, കാരണം അത്രയ്ക്കും കട്ടിയുള്ള ഉപ്പാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഡെഡ് സീയും കണ്ട് ഇസ്രായേലിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയും എയർപോർട്ടിലെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ കാണാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിലെ ജെറുസലേമിലാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലാണ്, അബ്രഹാം ഹോസ്റ്റലിൽ. തൊട്ട് മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറി നമ്മളിന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാമോ? ഡെഡ് സീ കാണാൻ വേണ്ടിയിട്ട്. ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഡെഡ് സീ, അത് ജോർദാൻ്റെ ബോർഡറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്രദേശമൊക്കെ എങ്ങനെയുണ്ട്, ഡെഡ് സീയുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഞാൻ പോകുന്നത് ബസ്സിനാണ്. നമുക്ക് മറ്റേ കാർഡുണ്ടല്ലോ, കാർഡൊക്കെ എടുത്ത് ബസ് കയറിയാണ് പോണത്. തിരിച്ചും ബസ്സിന് തന്നെ വരും. നോക്കാം എന്തൊക്കെയാണ് പരിപാടികളെന്നൊക്കെ. ഇത് കണ്ട നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ. ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നിന്നേ. ഈ സ്റ്റോപ്പിലാണ് ബസ് വരുന്നതെന്നാണ് മാപ്പിൽ കാണിക്കണം. മാപ്പല്ല, ആപ്പ് ഉണ്ട്. ഹോപ്പ് ഓൺ റപ്പാസ് എന്ന് പറയുന്ന ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് വേറൊരു വണ്ടി മാറി കയറണം. അങ്ങനെ ബസ് വന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടാ. ഈ ബസ്സിലല്ല പോകുന്നത്, അടുത്തൊരു ബസ് ഉണ്ട്, മാറി കയറണം എന്നാണ് ആപ്പിൽ കാണിക്കണം. നോക്കാം. പിന്നെ ഞാൻ ഇന്ന് കർട്യൂസിയോമി എന്ന് പറഞ്ഞ സംഭവം എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ പൈസ ഒന്നും ആവില്ല. ഓൾറെഡി പൈസ 32 ഷെക്കൽ അടച്ചു. അപ്പോൾ 24 മണിക്കൂർ എനിക്ക് ഫ്രീ ആണ് സഞ്ചരിക്കാനായിട്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് 80 രൂപ ബാക്കി കിടപ്പുണ്ട്. അത് ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കണം. നമ്മൾ വിചാരിക്കും ഈ കാർഡ് നൈസായിട്ട് ടാപ്പ് ചെയ്യേണ്ട, നോക്കാനൊന്നും ആരില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഇടയ്ക്ക് ചെക്കിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാർഡ് നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജെറുസലേം സെൻട്രൽ ബസ് സ്റ്റേഷനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മാളാന്നേ തോന്നുള്ളൂ കേട്ടോ. കണ്ട, നമ്മൾ നസ്രത്തിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ തന്നെയാണ് വന്നിറങ്ങിയത്. നമ്മൾ ഇവിടെ തന്നെയാണ് ഡെഡ് സീയിലോട്ട് പോകണം. സെൻട്രൽ ബസ് സ്റ്റേഷൻ ജെറുസലേം. ഇത് 3ാമത്തെ നിലയിലാണ് കേട്ടോ ബസ് സ്റ്റേഷനുള്ളത്. താഴത്തൊക്കെ മാളും ഷോപ്പുകളൊക്കെയാണ്. ടിക്കറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, കാർഡ് വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾ കർട്യൂസിയോമി ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് പ്ലാറ്റ്ഫോം അതെ ഇവിടെ ഇങ്ങോട്ട് പോകണം. ഇവിടെ സ്ക്രീനിൽ നമ്മുടെ ബസ്സിൻ്റെ ടൈമും സംഭവം കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഷയാണല്ലോ. 486 നമ്മുടെ വണ്ടി. ഇത് കാണിക്കണല്ലോ. അയ്യോ, ഈ കാണുന്നത് മൊത്തം പ്ലാറ്റ്ഫോമാണ് കേട്ടോ. 6-ാം നമ്പർ, 4-ാം നമ്പർ. ഇതിനകത്ത് ഏതാണ് നോക്കട്ടെ. 456 9:00 4-ാമത്തേൽ. അത് 9:00. അയ്യോ 5 മിനിറ്റ്. ധൃതി പിടിക്കണ്ട. 9:50 വണ്ടി. ഇപ്പം കിടക്കണ വേറെ ഏതോ വണ്ടിയാണ്. ഇലാത്ത് പോകാനായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടോ. 486-ാം നമ്പർ വണ്ടിയാണ് നമുക്ക് പോവേണ്ടത്. നമ്മൾ ഇതിനകത്ത് കയറുന്നു, ടാപ്പ് ചെയ്യുന്നു. യെസ്, കാശ് പോയില്ല. ഹലോ. യെസ്. പുറത്ത് മഴയുണ്ടോ? ഇതൊന്നാണ് ഗ്ലാസ്സൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ കണ്ട ബസ്സുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഇത് 3-ാം നിലയാണെന്ന് ഓർക്കണം കേട്ടോ. 3ാമത്തെ നിലയാണ്, 3rd ഫ്ലോറാണ് ഈ കാണുന്നത്. അവിടെയാണ് ബസ് സ്റ്റേഷൻ. താഴത്ത് മാള് പോലെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്താ, നമ്മൾ ജെറുസലേമിൽ നിന്ന് 9:50 ബസ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊരു 3/4 മണിക്കൂറൊക്കെ മതിയായിരിക്കും. 45 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഡെഡ് സീയുടെ ഭാഗത്ത് എത്തും. പക്ഷെ അവിടെ കുറേ ബീച്ചുകളുണ്ട്. അതിലേതാണ് കറക്റ്റ് ബീച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് ബീച്ചിൽ പോയാലും എല്ലാ ആക്ടിവിറ്റീസും കാണുമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദ്യം കാണുന്ന ബീച്ച്, അതായത് കാലിയ എന്നുള്ളൊരു ബീച്ചാണ് ഫസ്റ്റ് വരുന്നത് ഈ പോകുന്ന റൂട്ടിൽ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ കിലോമീറ്ററോളം നീണ്ടിങ്ങനെ കിടക്കുകയാണ്. കുറേ ദൂരം പോയാലും ഡെഡ് സീ പല ബീച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ബീച്ചിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ എന്താണ് പരിപാടി എന്നൊക്കെ നോക്കിയിട്ട് അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് ബസ്സിന് തന്നെ ജെറുസലേമിലേക്ക് വരാം. ഇന്ന് വൈകുന്നേരം നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകട്ടോ. വൈകുന്നേരം അല്ല, രാത്രി. ഇവിടെ നിന്ന് 5 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിലോട്ട് പോകണം. 10 മണിക്കാണ് ഫ്ലൈറ്റ് ടൈം. ഇത് കണ്ട, ഇതാണ് ജെറുസലേം നഗരത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുരാതന കാലത്തുള്ള ജെറുസലേം നഗരമാണ്. 3 മതങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അടി നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തമ്മിത്തല്ല് നടക്കണ ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്തിൻ്റെ പേരിലാണ്, അതും മതത്തിൻ്റെ പേരിൽ. അങ്ങനെ കുറേ വിശേഷണങ്ങൾ പറയാൻ പറ്റുന്ന ഒരു നാടാണ് ജെറുസലേം. ആ ബിൽഡിങ്ങിന് തൊട്ട് താഴെ ഒരു മതിൽ കണ്ട. അതിൻ്റെ അപ്പുറത്ത് പാലസ്തീന കണ്ട. അവരവിടെ ഫുള്ള് മതിൽ കെട്ടിയിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. ഡെഡ് സീ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്ക് ഏരിയയിലാണ് ഉള്ളത്. അതായത് പാലസ്തീൻ്റെ ഭാഗത്താണ് ഡെഡ് സീ ഉള്ളത്. ഡെഡ് സീയുടെ ഒരു സൈഡിൽ ജോർദാനാണ്, ഇപ്പുറ സൈഡ് ഇസ്രായേൽ. ഇത് മൊത്തം ഇസ്രായേലിൻ്റെ കൺട്രോളിലുള്ള സ്ഥലം തന്നെയാണ്. വേറെ സീനുണ്ട്. ഇവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടണം കേട്ടോ. റേഞ്ച് ഉണ്ട്, പക്ഷെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല.
വേറെ ടെറിട്ടറി ആണല്ലോ, അതായിരിക്കും. അത് മാത്രമല്ല നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനെ ഒച്ച എഴുതുന്ന പോലെ എഴുതുന്നുണ്ട്. സീനാണെന്ന് തോന്നുന്നു. എത്തുമെന്ന് ദൈവം തിരിച്ചും വരാനുള്ളതാണ്, എയർപോർട്ടിൽ പോകാനുള്ളതാണ്. അതാ പ്രശ്നം. ഇതെന്താ പോലീസുകാർ കൊണ്ട് പെട്ടോട്ടാണ്? റോഡ് പണി വല്ലോണോ എന്താണോ? ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് ബ്ലോക്ക് എന്ന് തോന്നുന്നത്. എനിക്ക് തോന്നി ഈ പോകുന്ന ഭാഗത്ത് മുഴുവനും ഇസ്രായേലികളുടെ വീടുകളാണ്. കാരണം അവരുടെ വീടിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ ഫ്ലാഗൊക്കെ കാണാം. പക്ഷേ ഇത് വെസ്റ്റ് ബാങ്ക് ഏരിയ ഉണ്ടോ. നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറിയിട്ടാ. ഇവിടെ ഫുള്ള് മരുഭൂമി പോലത്തെ സ്ഥലമുണ്ടാ. ഈ മലയൊക്കെ വെട്ടിയെടുത്താണ് ഈ റോഡ് ഉണ്ടാക്കിയേക്കണേന്ന് തോന്നണം. 4 വരി പാതയാണ്, പക്ഷെ ചുറ്റിനും അപ്പുറം ഇപ്പുറവും ഫുള്ള് മരുഭൂമി തന്നെ കേട്ടോ. ഒരു മരം പോലും ഇല്ലാത്ത മരുഭൂമി. ഇവിടെ ഫുള്ള് പനമരങ്ങളാണ് വെച്ചെടുപ്പിച്ചണം. ഏക്കർ കണക്കിന് പനമരം. ഏക്കർ കണക്കിന് എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി സ്ഥലത്താണ് ഇവർ ഈന്തപ്പന വെച്ചെടുപ്പിച്ചണം. കൃഷിയാണ്. ഈ കാണുന്നത് ഒലിവാണ്ട, ഒലിവ് മരം. നമ്മൾ ഏകദേശം ചാവുകടലിൽ എത്താറായിട്ടുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു ചെറിയ സ്ലോപ്പാണ് ഇങ്ങോട്ട് കണ്ട. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്തേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഇത് കണ്ട. ഈ പനമരത്തിൻ്റെ പുറകെ കാണാൻ ഡെഡ് സീ. എൻ്റെ പോലെ നമ്മളെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സീര് നമ്മളെ ഡെഡ് സീയുടെ ഭാഗത്ത് ബസ് ഇറങ്ങി. നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ. ഇതിനിടയ്ക്കൊരു മണ്ടത്തരം പറ്റി. നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മാറിപ്പോയി. ഇവിടെ അല്ല ഇറങ്ങേണ്ടത്, അതായത് സ്റ്റോപ്പ് കഴിഞ്ഞു പോയി. ബസ്സും കുറേ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ബസ് ഇപ്പോൾ നിർത്തിയേക്കണം. ഓക്കെ, പിന്നെ അപ്പുറത്ത് പോയി നിന്നിട്ട് അടുത്ത ബസ് കയറിയിട്ട് തിരിച്ചു പോയി. മണ്ടത്തരം പറ്റി. എനിക്ക് നെറ്റ് ഇടയ്ക്ക് കട്ടായി പോണെന്ന്. പക്ഷേ നമ്മളെ കാലിയ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്, അത് കഴിഞ്ഞു പോയി. അത് അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബസ് നിർത്തിയത്. അയാളാണെങ്കിൽ നിർത്തിയില്ല, എനിക്കാണെങ്കിൽ സ്റ്റോപ്പ് മനസ്സിലായില്ല. പക്ഷെ നമുക്ക് മാത്രമല്ല കേട്ടോ അബദ്ധം പറ്റിയത്. മുമ്പിൽ പോകുന്ന 3 പേരുണ്ടോ, അവർക്കും ഇതേ അബദ്ധം പറ്റിയിട്ടുണ്ട്. അവരവിടെ ഇറങ്ങണ്ടായിരുന്നു. ആർക്കും മനസ്സിലായില്ല. അയാളാണെങ്കിൽ വെച്ച് വിട്ടു ഡ്രൈവർ. ഞാൻ ഇവിടുന്ന് മാപ്പ് നോക്കി 7 കിലോമീറ്ററാണ് നമ്മൾ മാറി ഇറങ്ങിയത്. ഭയങ്കര മണ്ടത്തരമായി പോയി. ഇത് കാലിയ സെൻറ്ററാണ്, അതായത് സ്ഥലപ്പേരൊക്കെ ഒന്ന് തന്നെ. കാലിയ സെൻറ്ററും മറ്റേത് കാലിയ ജംഗ്ഷൻ ഉണ്ട്, കാലിയ ബീച്ചുണ്ട്. ഇതെല്ലാം മാറിപ്പോവും. ആ ബീച്ചിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്, പക്ഷെ അത് എഴുതിയൊന്നും കാണിച്ചില്ല. കുഴപ്പമില്ല, നമുക്ക് ലിഫ്റ്റ് ചോദിക്കാം. ഞാൻ ബസ് നോക്കിയപ്പോൾ ഇപ്പോൾ സമയം കാണിക്കും 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ബസ്സുള്ളൂ അങ്ങോട്ട് തിരിച്ച്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ലിഫ്റ്റ് വല്ലതും നോക്കാം, അല്ലെങ്കിൽ ടാക്സി കിട്ടിയാൽ അങ്ങനെ. അവിടെ 1 മണിക്കൂർ എന്നാലും ഇനി അടുത്ത ബസ് വരുള്ളൂ എന്ന് മനസ്സിലായപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല. റോഡിലിറങ്ങി കയ്യങ്ങ് കാണിച്ചു ലിഫ്റ്റ് അടിച്ച് പോകാനായിട്ട്. ലിഫ്റ്റ് കാണിച്ച ആദ്യത്തെ വണ്ടി തന്നെ നിർത്തി തന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഒപ്പം നൈസായിട്ട് വണ്ടി കയറി. ഞാൻ മാത്രമല്ല, വേറെ കുറച്ച് നേരത്തെ കണ്ട മദാമ്മരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ചാടി കയറി വണ്ടിയിൽ. പുള്ളി പക്ഷേ ഈ ബീച്ചിലോട്ട് തന്നെ വരുന്ന ആളായിരുന്നു കേട്ടോ. ബീച്ചിലോട്ട് ഫുഡ് കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു. കറക്റ്റായിട്ട് ആ വണ്ടി തന്നെ കൈ കാണിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയെന്നറിയാമോ? കാലിയ ബീച്ച്. വെൽക്കം ടു കാലിയ ബീച്ച്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. രാവിലെ 8 മണി മുതൽ 6 മണി വരെ ഓപ്പണിംഗ് ആണ്. എൻട്രൻസ് ഫീ 18 ഷെക്കൽ കേട്ടോ. ബീച്ച് എയറിനൊക്കെ പൈസ കൊടുക്കണം. ഷട്ടിൽ ഫോർ ഈച്ച് പേഴ്സൺ. പിന്നെ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മറ്റേ മണ്ണെടുത്ത് മേത്തേക്കണ പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവമൊക്കെ എടുത്തവരെ. അപ്പോൾ നമ്മൾ 35-ൻ്റെയാണ് എടുത്തത്. 35 ഷെക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അമ്പർലയും പിന്നെ ഷവറും എല്ലാം ഉപയോഗിക്കാം. അതായത് ഇവിടെ ഉപ്പുവെള്ളമാണല്ലോ, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കുളിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാം. ബീച്ചിൽ പോയി കിടക്കാം. എല്ലാ സംഭവങ്ങളും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള 35 ഷെക്കലിൻ്റെ ടിക്കറ്റാണ് എടുത്തേക്കണം. 18 ഷെക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വിസിറ്റിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ പരിപാടിയും നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. കാലിയ ബീച്ച്, ഡെഡ് സീ, ദ ലോവസ്റ്റ് ബാർ, നാച്ചുറൽ ബ്ലാക്ക് മഡ്. അതെന്താ നോക്കട്ടെ തരാം. ഈ സൈഡിലോട്ട് പോകുമ്പോൾ ദൈവമേ, ചാവുകടൽ കാണാൻ പോവാണ്. തൊട്ടടുത്തേക്ക് ഇറങ്ങാൻ പോവാണ്ട്, കുറച്ച് താഴത്തേക്കും കൂടി ഇറങ്ങാണ്ട്. അതും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മുന്നോ ഇവിടെ -420 എന്നൊക്കെ ഇരിക്കണുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാമോ? നമ്മൾ 400 മീറ്റർ താഴ്ചയിലാണ് ഉള്ളത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 400 മീറ്റർ താഴ്ചയിലാണ് നമ്മുടെ ഈ ഡെഡ് സീ ഉള്ളത്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്തേക്കാണ് നമ്മൾ വന്നേക്കണം. ഈ കാണുന്നതാണ് ദ ലോവസ്റ്റ് ബാർ ഇൻ ദ വേൾഡ്. -420 എന്ന് എഴുതിയേക്കണം എന്താണെന്നറിയാമോ? അതായത് ഇനി അങ്ങോട്ടും കുറച്ചും കൂടി ഇറങ്ങാണ്ട് ഒരു 20 മീറ്ററും കൂടി താഴ്ചയിലോട്ട് നമ്മൾ പോകും. ശരിക്കും നമ്മൾ ഉയരത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ താഴ്ചയിലോട്ട് വരുമ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് ഈ എഴുതിയേക്കണത്. കണ്ടതെ ബ്ലഡ് പ്രഷറൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സിമ്മ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ സ്ലിപ്പറി ആണെന്ന് പറയുന്നുണ്ട്.
അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാണുന്ന പോലെ ഒന്നുമല്ല. ഭൂമിയിൽ ഏറ്റവും താഴ്ചയുള്ള സ്ഥലമാണ്. ഭയങ്കര ലവണാംശമുള്ള സ്ഥലമാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണമെന്നാണ് എഴുതി വെച്ചേക്കണം. ഇത് മൊത്തം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ അതിനുള്ള പേയ്മെൻറ്റാണ് അടച്ചേക്കണം. അമ്പർലയുടെ അടിയിലൊക്കെ ഇരിക്കാം. പിന്നെ ഇവിടെ ഷവർ ഉണ്ട്, ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട്, എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയുള്ള ടിക്കറ്റാണ് എടുത്തേക്കണം. ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുണ്ട്. ഞാൻ നൈസായിട്ട് കളസമൊക്കെ എടുത്തിട്ടോ. കളസം ഷൂ ഒക്കെ മാറ്റണം. പിന്നെ കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ബാറുണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ ടവൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ചോദിച്ചു നോക്കട്ടെ. ഇവിടെ ടവൽ കിട്ടും കേട്ടോ. 16 ഷെക്കൽ കൊടുക്കണം റെൻറ്റിന്. ഞാൻ ഒരെണ്ണം എടുത്തു. ടവലില്ലെങ്കിൽ ശരിയാവില്ല. കാരണം കുളിക്കാനുള്ളതാണ് കടലിലിറങ്ങിയിട്ടേ. ഇതാണ് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന ബാർ. താഴ്ന്ന സ്ഥലത്തുള്ള ബാറ് കണ്ടോ. നമ്മളിനി നേരെ ചാവുകടലോട്ട് ഇറങ്ങാണ് കേട്ടോ. ഡെഡ് സീ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ചാവുകടല്. സമുദ്രനിരപ്പിൽ നിന്ന് 430 മീറ്റർ താഴെയാണ് ഈ ഒരു ഡെഡ് സീ നിൽക്കുന്നത്. അതായത് 1412 അടി താഴെ. 34% ഉപ്പ് നിറഞ്ഞതാണ് ഈ ചാവുകടല്. ഇത് സമുദ്രത്തിനേക്കാള് 9.6 മടങ്ങ് ഉപ്പ് കൂടുതലാണ് കേട്ടോ. ഡെഡ് സീ അഥവാ ചാവുകടല് എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇത് ശരിക്കും കടലല്ല, ഇതൊരു തടാകമാണ് കേട്ടോ. ഈ ഡെഡ് സീല് ഉയർന്ന ലവണാംശം ഉള്ളത് കൊണ്ട് ഇതില് മത്സ്യങ്ങളോ ജലജീവികളോ അല്ലെങ്കിൽ സസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ ഡെഡ് സീ എന്ന് വിളിക്കുന്നത്. ഈ ചാവുകടലിലേക്ക് ഒഴുകി വരുന്ന പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് ജോർദാൻ നദിയാണ്. ഈ ഗലീലി തടാകമില്ലേ, ഈ ഗലീലി തടാകത്തിൽ നിന്നാണ് ജോർദാൻ നദി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഒഴുകി ഈ ചാവുകടലിലേക്കാണ് ജോർദാൻ നദി വരുന്നത്. അതുമാത്രമല്ല ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് സവിശേഷതകളുള്ള സ്ഥലമാണ്. ആഫ്രിക്കൻ പ്ലേറ്റിനും അറേബ്യൻ പ്ലേറ്റിനും ഇടയിലുള്ള ടെക്ടോണിക് പ്ലേറ്റ് ഈ ഭാഗത്താണ് ഉള്ളത്. ഡെഡ് സീയിലെ ഏറ്റവും കൂടിയ ആഴം എന്ന് പറയുന്നത് 978 അടിയാണ്. അതുമാത്രമല്ല ചില സ്ഥലത്ത് 2.3 കിലോമീറ്റർ കനമുള്ള ഉപ്പുപാറകളും ഉണ്ട്. പിന്നെ വേറെ കാര്യമുള്ളത്, ഈ ചാവുകടല് പെട്ടെന്ന് തന്നെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1930 1050 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ഈ ഒരു ഡെഡ് സീ ഇപ്പോ 605 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചാവുകടലും ചെങ്കടലായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരുപാട് പദ്ധതികളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ കിഴക്ക് ഭാഗത്ത് കാണുന്ന ജോർദാനും പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ വെസ്റ്റ് ബാങ്ക് ഏരിയയൊക്കെയാണ്. പിന്നെ ഇസ്രായേലും. അപ്പൊ ഈ ഒരു പ്രദേശത്താണ് ഈ ചാവുകടല് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവും നമുക്ക് കാണാൻ പറ്റി. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശവും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മൗണ്ട് എവറസ്റ്റ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലഡാക്കിലെ ഉംലിംഗ്ല പാസിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ യാത്രകൾ പോകുന്നത്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കണ്ടു, അതുപോലെ ഭൂമിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനേ ചാവുകടലിലോട്ട് ഇറങ്ങാൻ പോകട്ടെ. കരിഞ്ഞുണങ്ങും മിക്കാറ്. ദേ എൻ്റെ അമ്മ കാല് പൊള്ളിയിട്ടും പാടില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറി കളസം മാത്രം ഇട്ടിട്ടുള്ളൂ. പക്ഷെ എൻ്റെ മുന്നിൽ ഇത് കേട്ടോ നൈസായിട്ട് ഇവിടെ ഇറങ്ങാം. എന്താ സംഭവിക്കണേ നോക്കട്ടെ. കാലെടുത്ത് വെച്ചു. ക്യാമറ എങ്ങനെ താഴെ പോയി ഇതൊക്കെ നശിച്ചു പോകുന്നുണ്ടോ മിക്കവാറും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെഡ് സീയിലോട്ട് ഇറങ്ങിയൊക്കെയാണ്. ഞാനിങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. നമ്മൾ താന്നു പോവില്ലേ, ഭയങ്കര ലവണാംശം ആയതുകൊണ്ടേ. ക്യാമറ എങ്ങാനും മുങ്ങിയ പിന്നെ കൊള്ളൂലെന്ന് തോന്നുന്നു ഉപയോഗിക്കാൻ. ക്യാമറ മുങ്ങി. ഭയങ്കര ഉപ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് തല മുക്കാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാൽ എരിയാൻ സാധ്യതയുണ്ട്. ഹെവി എരിയലായിരിക്കും. ഇതിൻ്റെ അടിയിൽ ആക്ച്വലി ഭയങ്കര കട്ടിയുള്ള ഉപ്പിൻ്റെ പാളി എന്താണ്ടുണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തെ. വലിയ ആഴമൊന്നുമില്ല, ഇത്ര കുറച്ച് ആഴമുള്ളൂ. എണീറ്റ് വേണമെങ്കിൽ നടക്കാം. പക്ഷേ നമ്മൾ അധികം മുങ്ങിപ്പോകില്ല. അയ്യേ കയ്യൊക്കെ ഒട്ടുന്നത്. അങ്ങനെ നമ്മൾ ചാവുകടലിലേക്ക് വന്നേക്കാണ്. ചാവുകടൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറം കാണുന്ന മല കണ്ട, അതെല്ലാം ജോർദാനാണ് കേട്ടോ. ജോർദാൻ എന്ന് പറയുന്ന നദിയാണ്. അയ്യോ ഇത് ഈ ചാവുകടലിൻ്റെ നടുക്ക് കൂടി ഒരു ലൈൻ പോകുന്നുണ്ട് ആക്ച്വലി. അതായത് ഒരു സാങ്കല്പിക രേഖയാണ്. അതാണ് 1994 ട്രിനിറ്റി ലൈൻ. 2 രാജ്യങ്ങളാണ് അപ്പുറത്തും. എൻ്റെ പൊന്നോ, എൻ്റെ എവിടെയൊക്കെയോ എരിയുന്നുണ്ട്. ഞാൻ ഈ കളസൊക്കെ മിക്കവാറും കളയേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ ആൾക്കാർ ഇവിടെ മണ്ണ് വരുത്തേക്കുണ്ട്. ഇത് കണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പരിപാടിയാണ് ഇത് മണ്ണ് വരുത്തേക്കൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാവുകടലിലെ കുളിസീനാണ് കേട്ടോ. എൻ്റെ ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ വീഡിയോ എടുക്കലും ഈ പരിപാടി എല്ലാം കൂടി ഒന്നിച്ച് നടക്കണല്ലോ. അതാണ് പണി. ഞാൻ ക്യാമറ അധികം വെള്ളത്തിൽ മുക്കാണ്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പല്ലേ. കുറേ മണ്ണൊക്കെ വരെ നേരത്തെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ക്യാമറ വെക്കട്ടെ. ഇനി ഉപ്പുവെള്ളം കഴുകിക്കളയാനൊരു സംവിധാനമുണ്ട്. ഈ കാണുന്ന ചെയ്യും കണ്ട, ഇത് പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ വെള്ളം വരും. എൻ്റെ എവിടെയൊക്കെ പുകയുന്നു. സാധനത്തിൻ്റെ എവിടെയൊക്കെ പുകയാണ്. അമ്മമാർ ഉപ്പിൻ്റെ ലവണാംശമല്ലേ. അതാ
അപ്പോൾ നമ്മൾ ചാവുകടലും കണ്ട് തിരിച്ച് ബസ്സിന് പോവാണ്. ബസ് ഇപ്പോൾ 1:30 ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാം, നോക്കാം എന്താ അവസ്ഥയെന്ന്. പക്ഷെ കുറച്ചിങ്ങ് നടക്കാനുണ്ട് കേട്ടോ. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമ്മൾ ഇങ്ങോട്ട് സുഖമായിട്ട് വന്നു, കാരണം നമുക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നൈസായിട്ട് ഇങ്ങ് പോകുന്നു. ഇവിടം വരെ വന്നു, നടക്കേണ്ടി വന്നില്ല. തിരിച്ച് നടക്കണം. ഒരു 20 മിനിറ്റ് നടന്നാൽ ഹൈവേയിൽ ആ മെയിൻ റോഡിലെത്തുള്ളൂ, എന്നാലേ ബസ് കിട്ടുള്ളൂ. ഇത് കണ്ട, ആരുമില്ലാത്ത വിജനമായ സ്ഥലം. ഓ കാട്. ഇത് കണ്ട, ഒരു മനുഷ്യനും ഇല്ലട്ടാ. ഞാനിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡ് എത്തണം ഇനി. റോഡ് സൈഡ് എന്ന് വെച്ചാൽ മെയിൻ റോഡ്, അതാണ് ഉദ്ദേശിച്ചത്. ശരിക്കേ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ ചാവടലിൻ്റെ ഒരു മൂലക്കാണ് നമ്മൾ വന്നത്. ഇവിടെ നോക്കുമ്പോൾ കണ്ടതേ ഈ ഭാഗത്തൊക്കെ നോക്കി, ഇവിടെയൊക്കെ പണ്ട് കടലായിരുന്നു. അതിൻ്റെ ഏകദേശം അതേപോലെ ഇല്ല, ഒരു സ്ലോപ്പ് കണ്ട ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ പ്രദേശം ഫുള്ള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് കടലായിരിക്കണം. ആണ്, അത് തന്നെയാണ്. നമ്മൾ ഈജിപ്തിൽ പോയപ്പോൾ ഇതേപോലത്തെ സ്ഥലം കണ്ടില്ലേ, പണ്ട് കടലായിരുന്ന സ്ഥലം. ഹീബ്രു നെയ്ബർഹുഡ് എന്നൊരു ബോർഡ് വെച്ചേക്കുന്നു. നമ്മൾ ഏകദേശം നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് റോഡ് അപ്പുറത്ത് കാണണം. വെൽക്കം ടു ദ ലോവസ്റ്റ് പ്ലേസ് ഓൺ ദ എർത്ത്, ഡെഡ് സീ. കണ്ടാ, അങ്ങനെ കുറേ ബീച്ച് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് തന്നെ. കുറേ ദൂരം ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. അതായത് ഈ വഴി നേരെ വെച്ച് വിട്ടാൽ പല പല ബീച്ചുകളുണ്ട്. നല്ല നീളത്തിലാണ് ഡെഡ് സീ കിടക്കണം. അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടാ 444 അല്ലെങ്കിൽ 486 കയറിയാൽ മതി. കുറേ പനമരങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ വന്ന വഴിയെ തിരിച്ച് ജെറുസലേമിലേക്ക് പോവാണ്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും എത്തും കേട്ടോ. കാറിലൊക്കെയാണ് വന്നെങ്കിൽ ജസ്റ്റ് ഒരു 45 മിനിറ്റൊക്കെ മതി. ബസ്സായതുകൊണ്ടേ പല വഴിക്കൊക്കെ പോകുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തോട്ടാ. ഇവിടത്തേക്ക് ഭൂപ്രകൃതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പണ്ട് കടലിൻ്റെ അടി തന്നെയായിരുന്നു തോന്നണത്. കണ്ട മണ്ണൊക്കെ കണ്ട കടലിൻ്റെ അടുത്തിട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. മറ്റേ ചെക്കിംഗ് ഉള്ള സ്ഥലം ചെക്ക് ചെയ്തില്ല. അതെന്താ? ഞാനേ ഡെഡ് സീന്ന് വരുമ്പോൾ ചെക്ക് ചെയ്ത ഇതിപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ബസ്സിലാണ്. മേ ബി എനിക്ക് അതായിരിക്കണം. ഡെഡ് സീന്ന് വരുമ്പോൾ കുഴപ്പമില്ല. പാലസ്തീൻ സൈഡിൽ നിന്ന് ബെത്ലഹേമിൽ നിന്ന് വരുമ്പോഴാണ് അങ്ങനെ. ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ ചെക്കിങ് ഉണ്ടായില്ല. ഞാനേ വേറൊരു സ്ഥലത്ത് ഇറങ്ങി ബസ്. ഞാൻ നോക്കുമ്പോൾ ട്രാം പോകണം. നൈസായിട്ട് ട്രാമിൽ കയറിയിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അതാണ് എനിക്ക് എളുപ്പം. ഇനിയിപ്പോൾ സ്റ്റേയിലോട്ട് പോയിട്ട് ബാഗ് എടുത്ത് നമുക്ക് എയർപോർട്ടിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ഈ ട്രാമിൽ പോകണതാണ് എളുപ്പം. മറ്റേത് ജെറുസലേമിലെ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന ശേഷം പിന്നെ തിരിച്ചു വരണം. അത് നല്ല ഈ ട്രാമിൽ പോയാൽ എളുപ്പമാണ് എനിക്ക് സ്റ്റേയിലോട്ട് പോയാൽ. അതാ നമ്മുടെ ട്രാം വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ ചെന്ന് നമ്മുടെ ബാഗും കെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ഞാൻ ഇവിടെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടേക്കാണ്. ഇതുണ്ട്, നമ്മൾ ബസ്സിൽ കയറി. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോണത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറി എയർപോർട്ടിലേക്ക്. ഞാനേ ചെറുതായിട്ടൊന്ന് ഓടണമായിരുന്നു, കാരണം 10 മിനിറ്റ് കൂടെ ഉള്ളൂ ട്രെയിൻ പുറപ്പെടാനായിട്ട്. 5:09 എയർപോർട്ടിൽ. 5:09 5:39 ഉണ്ട്. 2 വണ്ടിയുണ്ടോ, അപ്പോൾ കുഴപ്പമില്ല. അയ്യോ, ചെറുതായിട്ടൊന്ന് ഓടി ബസ് ഇറങ്ങിയിട്ട്. എൻട്രി ഇങ്ങോട്ടാണ്, റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നേക്കാണ്ട. നമ്മൾ ഇസ്രായേലിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ കയറണം. അപ്പോൾ റെയിൽവേയിലും കയറാൻ പോവാണ്, അതുപോലെ ബസ്സിൽ കയറി ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്, പിന്നെ എന്താ മെട്രോ കയറി. ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തു. നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുകയാണ്. കുറച്ച് പോകാണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ്. യെസ്, എയർപോർട്ട് 7:09 പ്ലാറ്റ്ഫോം 2. ഇവിടെ നമ്മുടെ കാർഡ് സ്കാൻ ചെയ്യണേ. ഇവിടെ അല്ലേ? തുറന്ന് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി തന്നെ. ലിഫ്റ്റ് കയറി പോകണം. നല്ല തിരക്കാണല്ലോ. ഇപ്പോൾ വന്ന ലിഫ്റ്റിൽ കയറാൻ പറ്റിയില്ല. ഇതേ പ്ലാറ്റ്ഫോം 2, ഇത് -1 എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഓ, പ്ലാറ്റ്ഫോംസ് എല്ലാം ഭൂമിക്കടിയില്ല. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു ചേട്ടൻ, നമ്മുടെ പേര് പറഞ്ഞേ, ഡെന്നി അല്ലേ? എവിടെ നാട്ടില്? വയനാട്. ശരി, ഓക്കെ. താങ്ക് യു. എവിടെ ചെന്നാലും മലയാളിനെ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി. ഇനി അത് തുറക്കട്ടെ. എത്ര നേരം നിന്നിട്ടാ ലിഫ്റ്റ് കിട്ടിയെന്ന് അറിയാമോ? എല്ലാവരും ഓടുന്നു. നമ്മുടെ വണ്ടി പോകാനായിട്ട് 2 മിനിറ്റ് ഉള്ളൂ. 5:09 5:39. ഞാൻ ഓടുന്നൊന്നുമില്ല. കിട്ടിയതിനകത്ത് കയറാം. എനിക്കിങ്ങനെ ധൃതി പിടിക്കാൻ ഇഷ്ടമല്ല.
വണ്ടി അടുത്ത ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് ഇനിയും ലിഫ്റ്റ് ഇറങ്ങണോ? ഇനിയും ഇറങ്ങണം. അത് കേറും എല്ലാരും കൂടി. എൻ്റെ പൊന്നെ ഇതെല്ലാം ഭൂമിക്കടിയിലാ. ഓ നമ്മുടെ ഡെന്നീസ് ചേട്ടനും അതിങ്ങ് തിരിച്ചാണ് ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പുറത്ത് എൻ്റെ പൊന്നെ 2 മിനിറ്റ് ഉള്ളപ്പോ ഇവിടെ ധൃതി പിടിച്ച് ഓടിയെത്താൻ പാടാ. ബസ് സ്റ്റേഷൻ ആണെങ്കിൽ 7ാം നിലയിലൊക്കെയാ, ഇതാണെങ്കിൽ ഭൂമിക്കടിയിൽ. 5-8 1 മിനിറ്റും കൂടി. 1 മിനിറ്റ്. ബാഗ് ഞാൻ പിടിച്ചോളൂ, കുഴപ്പമില്ല. അയ്യോ അത് പോയി ആ വിട്ട് 758 പോയി. നമുക്ക് പോകാനുള്ള ട്രെയിൻ ജസ്റ്റ് മിസ്സായി പോയി. അതാ ലിഫ്റ്റ് കയറാനായിട്ട് എന്തോരം സമയം എടുത്താ ലിഫ്റ്റ് കയറാനായിട്ട്, ഒരു രക്ഷയില്ല. ടാറ്റാ, ഞാൻ അടുത്ത ട്രെയിനിന് വരാം. വേഗാക്കൊല്ല. ഇനി 1/2 മണിക്കൂർ ഇവിടെ കുത്തിക്കണല്ലോ. എന്താ അത്? ഓ അയാളുടെ വെള്ളം പോയതാ. വരുന്നു അടുത്ത ട്രെയിൻ 762. ഇതിലെങ്കിലും പോവാം. പക്ഷെ ഇത് നേരത്തെ വന്നല്ല, 5:20 ഇത് ആക്ച്വലി ഒറ്റ സ്റ്റോപ്പുള്ളൂ. ഇവിടുന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ എയർപോർട്ട്. അങ്ങനെ ഇസ്രായേലിലെ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. വേറൊരു സംഭവം ഉണ്ട്, ഞാനിപ്പോഴാണ് കാണുന്നത്. ഇത് ഡബിൾ ഡെക്കറാ. ഇതുണ്ടാ ഡബിൾ ഡെക്കർ ട്രെയിന്. എൻ്റെ പൊന്നോ അടിപൊളി. ഞാൻ ആദ്യമായിട്ടാ ഡബിൾ ഡെക്കർ ട്രെയിൻ നേരിട്ട് കാണാടാ. ഓ കുറേ പേര് വരുന്നുണ്ടല്ലോ, എല്ലാവരും എയർപോർട്ടിൽ നിന്നാന്ന് തോന്നുന്നു. ഡബിൾ ഡെക്കർ ട്രെയിൻ. ചേട്ടൻ എവിടെ ഇറങ്ങണോ? നദാനി. അപ്പൊ ഇതിനിടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടാ? ഇല്ല, ഇവിടുന്ന് ബെൻഗുരിയോൺ, ടെലവീവ്, പിന്നെ ഓ അങ്ങനെ പോണല്ലേ. ബെൻഗുരി ഇവിടുന്ന് ഒറ്റ സ്റ്റോപ്പുള്ളൂ. ഓ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഒറ്റ സ്റ്റോപ്പാ. ഓ രണ്ടാമത്തെ വണ്ടി പ്ലാറ്റ്ഫോം മാറി. ഇപ്പൊ വന്ന ഈ ട്രെയിന് 6:09 പോവുള്ളൂ. ദേ ഇവിടെ കണ്ടാ, ഇതാണ് നമുക്ക് 17:39. ഇപ്പുറത്താണല്ലേ ട്രെയിൻ നമ്പർ 760. ആ വിൻഡോ സീറ്റ് ഇരിക്കാം. യെസ്, ഈ കാണുന്ന ബട്ടണിൽ പിടിച്ച് നിൽക്കിയാൽ അത് ഓപ്പൺ ആവോട്ടോ. ഇതേ സ്റ്റെപ്പൊക്കെ. അയ്യോ ഡബിൾ ഡെക്കറാണോ? മേളിൽ കയറാം നമുക്ക്. ഇതാണ് താഴത്തെ ലെവല്. നമുക്ക് ഡബിൾ ഡെക്കർ മേളിൽ കയറാം. നമ്മൾ ഡബിൾ ഡെക്കർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഓ നൈസ്. താഴ്ത്തൂര് എൻ്റെ മന്നോ. ഒയ്യോ ഇത് നമ്മള് നല്ല ഹൈറ്റ് കൂടിയാണല്ലോ പോണം. ഈ ഗ്ലാസ് അത്ര ഭംഗിയില്ല കേട്ടോ. ഗ്ലാസ് മൊത്തം ഉരഞ്ഞിരിക്കുന്നതാണ്. വേറൊരു കാര്യമുള്ളത്, ലോകത്തിലെ 4ാമത്തെ ഡീപ്പസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ നിന്നത് അല്ലേ. എൻ്റെ പോനെ, അതായത് എത്ര 260 മീറ്റർ താഴെ, 260 അടി താഴെ. പിന്നെയും കയറിയല്ല ഗുഹയില്. ഇതെല്ലാം ടണലിൽ കൂടിയാണ് പോണം, എല്ലാം ഭൂമിക്കടി കൂടിയാണ് പോണം. ഇതുണ്ട് കയറി. ഇത് പല ടണലിൽ കൂടിയാണ് പോണ. നമ്മൾ ഇടയ്ക്ക് മാത്രമാണ് കേട്ടോ പുറത്ത് വരുന്നത്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത്. ബാക്കി ഫുൾ ടൈം 90% പോകുന്നത് ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഈ കാണുന്നൊക്കെ കൃഷിപ്പാടങ്ങളാണ്. കണ്ട സമയം ഇപ്പം എത്രയെന്ന് അറിയാമോ? 6 മണി. നമ്മൾ 5:40 വണ്ടി എടുത്തത്. ഇപ്പോൾ സ്ഥലത്തെത്തി. അതായത് ഏകദേശം 20 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ജെറുസലേമിൽ നിന്ന് എയർപോർട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ എയർപോർട്ടിലെത്തി. ചേട്ടാ ടാറ്റ. അപ്പോൾ കാണാം എപ്പോഴെങ്കിലുമൊക്കെ. ബൈ സീ യു. ഓക്കെ. പക്ഷെ എന്താണല്ലേ ഓരോരോ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. ഡബിൾ ഡെക്കർ ട്രെയിന് നമ്മൾ ആക്ച്വലി 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ട്രെയിൻ ആയതുകൊണ്ട് ബസ്സിലാണെങ്കിൽ ഇതിലും കൂടുതൽ സമയം എടുക്കും കേട്ടോ. ഇനി എയർപോർട്ടിലോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് നോക്കണം. ഇതിപ്പോൾ എങ്ങനെയാണാവോ? ഇവിടെ നിന്ന് പോകാനുള്ള വഴി ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. എക്സിറ്റ് അടിക്കാനുള്ള വഴി കണ്ടുപിടിച്ച്. ഇത് തന്നെ വഴി. ടെർമിനൽ 3. യെസ്, ഇവിടെ എക്സിറ്റ് അടിക്കണം. യെസ്, വരുന്നു. നമ്മൾ ഇത് അടിക്കുന്നു, തുറക്കുന്നു. യെസ്, പൊളിച്ച്. ഇത് ഭയങ്കര സുഖമുള്ള. അതേ ജസ്റ്റ് ഒരു എസ്കലേറ്റർ കയറി വന്നപ്പോൾ ഡിപ്പാർച്ചർ സ്ഥലമെത്തി. ഇനി നമുക്ക് എയർ ഇന്ത്യയുടെ ഇത് കണ്ടുപിടിക്കണം. കൗണ്ടർ എയർ ഇന്ത്യയുടെ വണ്ടിയാണ് നമ്മുടെ. ഇവിടെ നോക്കാമല്ലോ. ഇത് കൊള്ളാട്ടാ. ട്രെയിൻ നേരെ ഇറങ്ങുന്നു, നമ്മൾ ഇവിടെ എസ്കലേറ്റർ കയറുന്നു, എയർപോർട്ടിലെത്തുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബെൻ ഗുരിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്.
ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ടെല്ലവീവിലുള്ള ബെൻ ഗുരിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അയ്യോ, ഇതിനകത്ത് ഇനി ഇതെവിടെ? തുർക്കിഷ് എയർലൈൻ്റെ ഒരു കൗണ്ടറാണ്. നല്ല നീണ്ട ക്യൂ ഉണ്ട്. നമുക്ക് ഡിപ്പാർച്ചർ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കയറണം. എങ്ങനെയാണോ? ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത്. നോക്കാം. അതെ, നമ്മളിപ്പോൾ കണ്ട സംഭവമില്ല, അതല്ല ഡിപ്പാർച്ചർ. അതെന്താണ് അവിടെ വേറെ എഴുതി വെച്ചാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലാണ് നമ്മൾ വന്ന വഴി. ഈ വന്ന വഴിയിൽ നിന്ന് നേരെ റൈറ്റ് തിരിയുമ്പോൾ ഇവിടെ ഒരു ഡിപ്പാർച്ചറുണ്ട്. അവിടെ എഴുതിയേക്കണ്ട. ഈ ഡിപ്പാർച്ചറിലൂടെയാണ് പോകേണ്ടത്. നമുക്ക് അവിടെ നിന്നൊരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു തന്നാണ്. കണ്ട, ഡിപ്പാർച്ചർ ഇവിടെയാണ്. അപ്പോൾ വേറെ ഡിപ്പാർച്ചറൊക്കെ ഹെയ്യമേ, ഇതെന്താണ് ക്യൂ ഉണ്ട് അവിടെ? ഇവിടെ കയറാം. 3, അതായത് ട്രെയിൻ ഇറങ്ങി എസ്കലേറ്റർ കയറി റൈറ്റ് തിരിഞ്ഞിട്ട് ലിഫ്റ്റ് വഴി മുകളിലോട്ട് വരണം. അപ്പോൾ 3-ാം നില എത്തും. അപ്പോൾ ഡിപ്പാർച്ചർ ഇവിടെ നോക്കാം. എയർ ഇന്ത്യ എവിടെയാണാവോ? ഇതേ കണ്ടുപിടിച്ചാച്ച്. ന്യൂഡൽഹി 22:10, 10 മണിക്കാണ്. 10:10. കൗണ്ടർ 5662. ഓക്കെ. എൻ്റെ പൊന്നു, ഇതെന്താണിത്? ഓട്ടോറിക്ഷ വിളിച്ച് പോകാനുള്ള ദൂരം ഉണ്ടല്ലോ. അമ്മാരി വലിയ കാട്ട എയർപോർട്ടാണ്. ഇവിടെ കുറേ മലയാളികൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. വഴിയിൽ വെച്ച് ആരെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് കൊടുക്കായിരുന്നു. നമ്മുടെ ബസ് കാർഡിൽ 60 ഷെക്കലുണ്ട്. ഇവിടെ എങ്ങനെയാണല്ലോ. അതേ എയർ ഇന്ത്യ. എയർ ഇന്ത്യ. അതെ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സംഭവമാണ് ഈ കാണുന്നത്. കണ്ട, ടാക്സ് റീഫണ്ട് കിട്ടും. വാറ്റ്. നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വാല്യൂ ആഡ് ടാക്സ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി. അതിൻ്റെ ബില്ല് അവർ ആ ടാക്സ് തിരിച്ചു തരും കേട്ടോ. എൻ്റെ പൊന്നോ, എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ പോകണമെങ്കിൽ കുറേ ചുറ്റാണ്ടല്ലോ. നമ്മുടെ ബാഗിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? നമ്മുടെ വൈനൊക്കെ ഇരിക്കണോണ്ടേ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എഴുതി ഒട്ടിച്ച്. ഇവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ടായി ക്ലീനിങ് സ്റ്റാഫായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തതാണ്. ഞാൻ ആ കാർഡ്, ബസ്സിൻ്റെ കാർഡ് പുള്ളിക്ക് കൊടുത്ത്. ഇത് കണ്ട, ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. ആക്ച്വലി ഇങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. പക്ഷേ പുള്ളി ബാത്റൂമിൽ എന്തോ യൂസ് ചെയ്യണം എന്തോ സംഭവം വെച്ചിട്ട് നമ്മൾ ചെയ്തു തന്നു. എൻ്റെ പൊന്നളിയാ, ചെക്കിങ് ബാഗേജ് വിടാനായിട്ട് 1.5 മണിക്കൂർ സമയമെടുത്തു. എന്താണ് സംഭവിച്ചത് ഞാൻ എവിടേക്ക് ഇരുന്നിട്ട് പറയാം കേട്ടോ. 8:30 ഇപ്പോഴാണ് പാസ്പോർട്ട് പരിപാടിയും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ. 6 മണിക്ക് വന്നാണ്. ഞാൻ എവിടെയെങ്കിലും ഇരിക്കട്ടെ, കാലൊക്കെ കഴിച്ച്. ഇനിയിപ്പോൾ അടുത്ത പണി വന്നേക്കണത്, ഇതിപ്പോൾ ഗേറ്റ് കാണാനില്ല. ഗേറ്റ് നമ്പറൊന്നും ഇല്ല ഇവിടെ. ഹായ്. അതെ 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 ചേട്ടാ, ഇവിടുത്തെ ഗേറ്റൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണത്? ദൈവത്തിന് 28 കാണിക്കണത്. ഫ്ലൈറ്റ് എയർ ഇന്ത്യ. അങ്ങോട്ട് പോണോ? E9. ഓക്കെ. നാട്ടിലെവിടെ? പേരെന്താ? സിജോ. അടിപൊളി. ഇവിടെയാണ് വർക്ക് ചെയ്യണല്ലേ? ഇവിടെ കുറേ മലയാളീസ് ഉണ്ടല്ലോ. ആണോ? ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ തിരിച്ച് നാട്ടിൽ പോണു. നമ്മളെ ആക്ച്വലി ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ കാര്യം വേറെ കോമഡിയാണ്, അത് പറയാം. ആക്ച്വലി ശരിക്കും 10:10 രാത്രി 10:10 ഇസ്രായേലിൽ നിന്ന് എടുക്കേണ്ട, ടെല്ലവീവിൽ നിന്ന് എടുക്കേണ്ട ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഇപ്പോൾ 11 മണിയായി. ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല. ഫ്ലൈറ്റ് കേട്ടിട്ടുണ്ട്, അത് തന്നെ വലിയ കാര്യം. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം തുടങ്ങിയുള്ള കാര്യം പറയാം. ആദ്യം നമ്മൾ 6 മണിയായപ്പോൾ ഇവിടെ വന്നല്ലോ, എയർപോർട്ടിൽ വന്നു. ഞാൻ അങ്ങോട്ട് കയറാൻ പോയപ്പോൾ അവർ പറഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും ആ ബാഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. അത് നമ്മുടെ ഒരു മലയാളി ചേട്ടനെ കണ്ടപ്പോൾ പുള്ളി വഴി അത് സെറ്റ് ചെയ്ത് കൊടുത്തു. പുള്ളിക്ക് ആ കാർഡും കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ള 64 ഷെക്കൽ എന്നുള്ള ബാലൻസ് ഉള്ള കാർഡ് ഞാൻ ആ ചേട്ടന് കൊടുത്തു. കാരണം എനിക്ക് ഇനി യൂസ് ഇല്ലല്ലോ, പുള്ളി ഉപയോഗിച്ചോളൂ. അതിനുശേഷം നമ്മൾ ചെക്കിങ് കൗണ്ടറിലോട്ട് പോകുമല്ലോ. അപ്പോൾ ചെക്കിങ് കൗണ്ടറിന് തൊട്ട് മുമ്പ് ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ലേഡി നമ്മുടെ പാസ്പോർട്ട് ചോദിക്കും, എത്ര ആൾ സ്റ്റേ ഉണ്ടായിരുന്നു, എന്തായിരുന്നു പരിപാടി എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ ചോദിച്ചു എൻ്റെ പേരിൻ്റെ മീനിങ് എന്താണ്, ഷെറിൻ എന്നുള്ളതിൻ്റെ പേര് മീനിങ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഷെറിൻ എന്നുള്ളതിൻ്റെ മീനിങ് ഒന്നും എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു എന്താണ് അതിൻ്റെ മീനിങ്. ഞാൻ പറഞ്ഞു ഇത് സാധാരണ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ പേര് ഇടാറുണ്ട്, എനിക്ക് തോന്നുന്നു അറബിക്ക് വേർഡ് വല്ലതും ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം പുള്ളിക്കാരി ചോദിച്ചത് നിങ്ങളുടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹോളിഡേ ഏതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തൊക്കെ പറയാൻ ചോദിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ എന്താ ചോദിക്കണത് എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നേരെ പാസ്പോർട്ട് എടുത്ത് നേരെ വിട്ടിട്ടാ. അത് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പാസ്പോർട്ടും കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് കിടക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളുടെ ബാഗിൽ വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം ഒക്കെ അല്ലേ, പിന്നെ ഇതില്ല, പിന്നെ ലിക്വിഡ് ഉണ്ടോ, അങ്ങനെ ഇതുണ്ടോ. അവർ ഒന്നുമില്ല.
ഒരു കുറച്ച് വൈൻ ബോട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ശരി, ആ ചെക്കിൻ പാക്കേജിലല്ലേ, ഓക്കെ. എന്നിട്ട് ഒരു ടാഗ് അടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ബാഗ് കൊണ്ട് നമ്മൾ ചെക്കിൻ കൗണ്ടറിൽ പോകുന്നു. ചെക്കിൻ കൗണ്ടറിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഒരു പെട്ടി ബാഗും പിന്നെ ഒരു ബാക്ക് പാക്കും ഉണ്ട്. അപ്പോൾ പെട്ടി ബാഗ് അവിടെ നിന്ന് വിട്ട്, ബാക്ക് പാക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. അതിന് വേറെ എക്സസ് ലഗേജ് ചെക്കിങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കൗണ്ടറുണ്ട്, അങ്ങോട്ടേക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേത് ഓക്കെ കേട്ടോ, നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ തന്നിട്ട് അത് പോയി. പെട്ടി ബാഗ്, അതായത് ക്യാബിൻ ബാഗ്, പറ്റിയ ബാഗില്ലേ, അത് അങ്ങനെ പോയി. ബാക്ക് പാക്കും കൊണ്ട് ഞാൻ മറ്റേ കൗണ്ടറിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുന്നു. അത് വലിയക്കാട്ടൊരു മെഷീൻ്റെ ഉള്ളിൽ കൂടി ഇത് സ്കാൻ ചെയ്ത് വിടുന്നു. എന്നിട്ട് എൻ്റെ ബാഗ് എടുത്ത് മാറ്റി വെക്കുന്നു. അപ്പോൾ അതിനകത്ത് വൈൻ ബോട്ടിലുണ്ട്, ഒരു ഉപ്പ് വെള്ളമുണ്ട്, ആ ഹോളി വാട്ടർ ഉണ്ട്, പിന്നെ ജെറുസലേമിലെ കല്ലും, പിന്നെന്താണ് ഒലിവ് ഓയിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് റാപ്പ് ചെയ്ത സാധനം മൊത്തം അഴിച്ചിട്ട് ഇത് മൊത്തം ചെക്ക് ചെയ്ത്, പിന്നെ എന്താണ് വൈൻ ബോട്ടിൽ കൊണ്ട് വേറെ സെപ്പറേറ്റ് സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പെറുക്കി അവിടെ ഇവിടെയൊക്കെ തോന്നിയ പോലെയൊക്കെ ഇട്ടിട്ട് എനിക്ക് തിരിച്ചു തന്നു. ഞാനത് നന്നായിട്ട് എന്നെ പഴയതുപോലെ തന്നെ മടക്കി, അല്ലെങ്കിൽ പൊട്ടിപ്പോയി. ഇത്രയും അത് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുപോയി ഇവർ വലിച്ചെറിയും. അപ്പോൾ അത് ഞാൻ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഇവർ പെരുമാറ്റം അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല. അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യണതാണ്. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറേ മടുപ്പ് തോന്നേ. ഇത്രയും നാൾ ഇസ്രായേലിനെ കുറിച്ച് നല്ല അടിപൊളിയാണ്, സൂപ്പറാണെന്ന് വിചാരിച്ചിട്ട് എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ എന്ത് പ്രാന്താണെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പെരുമാറ്റത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പോൾ സാർ ഇതാണ് അതാണ് അങ്ങനെയൊക്കെ സംസാരിക്കണം, നോർമൽ സംഭവങ്ങളാണ്. പക്ഷെ ചെക്കിങ് അപാരം തന്നെ. അങ്ങനെ നമ്മൾ ചെക്കിങ് കൗണ്ടറിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാഗൊക്കെ വിട്ടു. ഇനി അടുത്തത് സെക്യൂരിറ്റി ചെക്കാണ്. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ പോയിട്ട് നിപ്പ് കുറേ നേരം നിന്ന ശേഷം നമ്മൾ വിളിക്കുന്നു. നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗിലെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ ലാപ്ടോപ്പ്, മൊബൈല്, ചാർജർ, ഇങ്ങനെ നമ്മുടെ ബാഗിൽ എന്തൊക്കെയുണ്ടോ അത് ഓരോന്നും ഒരു വടി പോലത്തെ സാധനമുണ്ട്. ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യും, എന്തോ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. സാധാരണ മെയിൻ സ്കാനറിൽ കൂടി കടത്തി വിടുമല്ലോ, അത് കൂടാണ്ട് ഓരോ സാധനം എടുത്തിട്ട് ചെക്ക് ചെയ്തു. ഇപ്പോൾ ലാപ്ടോപ്പ് ഒരു തുറന്ന് വെച്ചിട്ട് ലാപ്ടോപ്പ് മൊത്തം ഇങ്ങനെ ചെക്ക് ചെയ്യും, മനസ്സിലായി? ഒരു വടി പോലത്തെ സാധനം വെച്ചിട്ട് എനിക്കിവിടെ എന്തോ ഡിറ്റക്ടറാണ്. എന്നിട്ട് അത് ചെക്ക് ചെയ്ത് അതിനുശേഷം പിന്നെ നമ്മൾ മറ്റേ മെറ്റൽ ഡിറ്റക്ടർ കൂടി കടക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ വേറെ സ്ഥലത്തുണ്ട്. എന്നെ കൈയൊക്കെ ബോഡി സ്കാൻ ചെയ്യും. എൻ്റെ കൈയൊക്കെ പൊക്കി ചെയ്തിട്ട് ബോഡി ഫുള്ള് സ്കാൻ ചെയ്തു. അതുപോലെ ബാഗും എല്ലാം അരിച്ച് പറക്കി അവർ ചെക്ക് ചെയ്തു. അപ്പോൾ ഒന്നുമില്ല, പക്ഷെ അതിനും കുറേ ഡിലേ എടുത്തിട്ടോ, ഭയങ്കര സമയം എടുത്തു. ചിലരുടെ ബാഗിൽ, ഇപ്പോൾ എൻ്റെ ബാഗിലൊന്നും അധികം സാധനങ്ങളില്ലായിരുന്നു, ചിലരുടെ ബാഗിൽ നിറച്ച് സാധനങ്ങളാണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത്രയും നേരം നമ്മളും പോസ്റ്റ് അടിക്കേണ്ടി വരും ഇവരുടെ ചെക്കിങ് കഴിയണ നേരം. അപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ ടെല്ലവീവ്, ഇസ്രായേൽ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ മുമ്പ് വരാം. എനിക്ക് ടോട്ടൽ 2.5 മണിക്കൂറാണ് എടുത്തട്ടാ, 2.5 മണിക്കൂർ. അതായത് 6 മണിക്ക് നമ്മളിവിടെ വന്നിട്ട് 8:30 ആയപ്പോഴാണ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങണം. വേറെ കാര്യമുണ്ട്, ഈ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പാസ്പോർട്ട് കൺട്രോൾ ഭാഗത്തേക്കാണല്ലോ പോകണം. പാസ്പോർട്ട് കൺട്രോളിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഇമിഗ്രേഷൻ്റെ അവിടെ സീലടിക്കുക പരിപാടി, ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഒരു ഓട്ടോമാറ്റിക്കലി തുറക്കുന്നൊരു ഗേറ്റാണ്. നമ്മുടെ പാസ്പോർട്ട് കൊണ്ടിങ്ങനെ വെക്കുമ്പോൾ അത് സ്കാൻ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അത് തുറക്കുന്നു, അങ്ങനെ അത്രേ ഉള്ളൂ. ഇത് എന്ത് ചെയ്തിട്ട് എൻ്റെ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പല സ്ഥലത്ത് കൊണ്ട് ഗേറ്റിൽ കൊണ്ട് വെച്ചു, സ്കാൻ ആവുന്നുണ്ട്, പക്ഷേ ബയോമെട്രിക് ഓൺലി എഴുതി കാണിക്കണം, ഗേറ്റ് തുറക്കണില്ല. എനിക്ക് പിന്നെയും ഭ്രാന്തായി. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ തൊട്ടടുത്തൊരു കൗണ്ടർ ഉണ്ടായിരുന്നു, ഒരു അപ്പൂപ്പനെ ഇരിപ്പുണ്ടായി. ഞാൻ കൊണ്ട് പറഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ പാസ്പോർട്ട് മേടിച്ചിട്ട് അവിടെ എന്തോ ഉരച്ച് നോക്കിയിട്ട് എനിക്ക് വേറൊരു സ്ലിപ്പ് തന്നു. ആ സ്ലിപ്പ് കൊണ്ട് അവിടെ ഒരു HD കൊടുത്തപ്പോൾ എന്നെ ഗേറ്റ് തുറന്നിട്ട് പുറത്തേക്ക് വിട്ടു. അങ്ങനെ 8:30 എപ്പോഴാണ് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങണത്. ഞാൻ പിന്നെ അതിന് ലോഞ്ചിൽ പോയി, ശോകം ലോഞ്ച്, ഒരു തേങ്ങയില്ല അവിടെ, വെറുതെ ലോഞ്ചിൽ കയറി. ഞാൻ ഒന്നാമത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വിശന്നിട്ട് പാടില്ലായിരുന്നു, അതാണ് ഒന്നാമത് വയ്യാണ്ടായത്. അപ്പോൾ ലോഞ്ചിൽ കയറി.
ആദ്യം ഒരു കിങ് ഡേവിഡ് ലോഞ്ച് ഉണ്ടായിരുന്നു, അവിടെ നമ്മുടെ കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വേറൊരു ലോഞ്ച് പോയി, സീന് എഴുതിയിരിക്കണ ഒരു ഭാഗത്തുള്ള ലോഞ്ച്. ആ ലോഞ്ചിൽ കയറി. ലോഞ്ച് ചെന്നപ്പോൾ അവിടെ ആകെ ബ്രെഡ്, ബണ്ണ്, പിന്നെ കുറച്ച് സാലഡ്, പിന്നെ എന്തൊക്കെ ചമ്മന്തി പോലത്തെ സാധനം, ആപ്പിളും കുറച്ച് ആപ്പിളും ഇരിപ്പുണ്ട്. വേറെ ഒന്നുമില്ല അവിടെ. ഞാൻ പിന്നെ വിശന്നിട്ട് വെള്ളത്തുകൊണ്ട് 2 ബ്രെഡും പിന്നെ എന്തൊക്കെ വാരി തേച്ച് തിന്ന്. പിന്നെ നോക്കിയപ്പോൾ അവിടെ ബിയർ കിട്ടും, ഒരു ബിയറും കുടിച്ച്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഇത്രയും കാര്യം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ വന്ന് ഇരിക്കണം. ഇനി വേറെ കാര്യം, 10:10 പോകേണ്ട ഫ്ലൈറ്റ് 11. ഇത്രയേരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 11:10 ഇപ്പോഴും വിട്ടിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വിശപ്പ് പറയാനുണ്ടാവും. ഇനി ഇവർ നാളെ ഡൽഹിയിൽ എത്തുമ്പോൾ 7 മണിയാവും. പക്ഷെ ഇവർ ഓടിച്ച് ലേറ്റ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ രാത്രി അവർ ഓടിച്ച് പിടിക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടോക്കും കൂടി വന്നായിരുന്നു. 3 പേർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അവർ റീഫണ്ട് തരാം, അങ്ങനെ എന്തോ ടോക്കിൻ്റെ ഇടയ്ക്ക് നടക്കണ്ടായി. കുറേ ആൾക്കാർ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. എൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. രസമാണ്. ഇനിയിപ്പോൾ ഡൽഹി എത്തുമ്പോൾ ഇനി കിടന്ന് ഉറങ്ങാം. അങ്ങനെ ഈ ഒരു രാജ്യത്തെ കാഴ്ചകൾ തൽക്കാലം അവസാനിക്കുന്നു. നമ്മൾ ടെല്ലവീവിൽ നിന്ന് നേരെ പറന്ന് ഡൽഹിയിലോട്ട് പോകുന്നു. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് മാറി കയറി കൊച്ചിയിലേക്ക് പോകുന്നു. ഇതാണ് നമ്മളെ തിരിച്ചുള്ള യാത്ര. നമ്മൾ ശരിക്കും ഇസ്രായേലിലോട്ട് വന്നത് ഈജിപ്ത് വഴിയാണ് കേട്ടോ. ഇത് ഒറ്റ ട്രിപ്പായിരുന്നു. അതായത് ഞാൻ കൊച്ചിയിൽ നിന്ന് നേരെ ഈജിപ്തിലേക്കാണ് പോയത്. ഈജിപ്തൊക്കെ കറങ്ങി കണ്ട ശേഷം ബോർഡർ ക്രോസ് ചെയ്താണ് നമ്മൾ ഇസ്രായേലിലോട്ട് കയറിയത്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ടെല്ലവീവിൽ നേരെ ഫ്ലൈറ്റ് എടുത്ത് ഡൽഹി കൊച്ചിയിലോട്ട് പോകുന്നത്. ഇസ്രായേലിന്റെ മുഴുവൻ വീഡിയോ യൂട്യൂബിന്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാം. അതുമാത്രമല്ല ബാക്കി എല്ലാ യാത്രകളും അതിനകത്തുണ്ട്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ യാത്രകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.